ഇന്ത്യൻ സയൻസ് ഫോറം ഒമാനിൽ സംഘടിപ്പിച്ച വാർഷിക സയൻസ് ഫിയസ്റ്റ 2025 സമാപിച്ചു. കൗമാര ശാസ്ത്ര പ്രതിഭാ സംഗമത്തിൽ നവീനാശയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. 2 ദിവസങ്ങളിലായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അൽഹയിൽ ക്യാമ്പസിൽ നടന്ന ശാസ്ത്രമേളയിൽ മനസ്സും യന്ത്രവും സംഗമിക്കുമ്പോൾ എന്ന പ്രമേയത്തെ ആധാരമാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ അൽഗൂബ്ര ഓവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂൾ ബോഷറും ഇന്ത്യൻ സ്കൂൾ അൽമബേലിയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ആദ്യ ദിവസം നടന്ന 6ഓളം മത്സര ഇനങ്ങളിലായി 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ശാസ്ത്ര സംവാദ പരിപാടിയിൽ അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസർ മോനോജിത് ചൗധരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 2ാം ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സയൻസ് എക്സിബിഷനും ISF പ്രോഗ്രാം കോർഡിനേറ്റർ ഹലാപ്പിൽ ജമാൽ നയിച്ച ക്വിസ് മത്സരവും നടന്നത്. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ GV ശ്രീനിവാസ് മുഖ്യാതിഥിയായി. ഇന്ത്യൻ സയൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ, ഡോക്ടർ മനോജിത് ചൗധരി, ഒമാനിലെ മുതിർന്ന IT വിദഗ്ധൻ താരിഖ് അൽബർവാനി, അൽ അൻസാരി ഗ്രൂപ്പ് സ്ഥാപകനും MD-യുമായ കിരൺ അഷർ, ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് സൽമാൻ, ISF ജനറൽ സെക്രട്ടറി സുരേഷ്, ജനറൽ കോർഡിനേറ്റർ ലത ശ്രീജിത്ത്, ട്രഷറർ ഗാന്ധിരാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. That the Indian Science Forum is doing a great job of bringing the attention of the student, the society, the youth in the area of science, which is a must, bread and butter for us in future. ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ്, ഡോക്ടർ PJ അബ്ദുൽ കലാം സയൻസ് ആൻഡ് ടെക്നോളജി അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ മനോജിത് ചൗധരിക്ക് സമ്മാനിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധങ്ങൾക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ജേക്കറിന്റെ പേരിലുള്ള ജേക്കർ അവാർഡ് പ്രശസ്ത ഒമാനി സാങ്കേതിക വിദഗ്ധനായ താരിഖ് ഹിലാൽ അൽബർവാനിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ.